നമസ്കാരം. പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വാർത്തകൾ നോക്കാം വിശദമായി. പടയപ്പയും ചക്കക്കൊമ്പനും വീണ്ടും ജനവാസ മേഖലയിൽ. ചക്കക്കൊമ്പൻ സിംഗുകണ്ടത്ത് വീട് തകർക്കാൻ ശ്രമിച്ചു. മൂന്നാറിൽ നിന്ന് ദേവികുളത്തെത്തിയ പടയപ്പ ലയങ്ങളോട് ചേർന്നുള്ള കൃഷി നശിപ്പിച്ചു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, എപ്പോഴായിരുന്നു ഈ ആനയുടെ ആക്രമണം? പ്രദേശവാസികളൊക്കെ ഭീതിയിലാണോ ഇപ്പോൾ? ശ്രീലക്ഷ്മി, ചക്കക്കൊമ്പൻ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ജനവാസ മേഖലയിൽ, അതായത് സിംഗുകണ്ടത്ത് എത്തിയത്. മനോജ് എന്ന് പറയുന്ന ആളുടെ വീടിന് നേരെയാണ് ആന ആക്രമണം നടത്തിയത്. വീട് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ഇതിനിടെ ആളുകൾ, ഈ വീടിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു. ആളുകൾ ശബ്ദം കേട്ട് ഇറങ്ങുകയും പിന്നീട് അടുത്തുള്ള ആളുകളെ വിളിച്ചു വരുത്തി ശബ്ദം ഉണ്ടാക്കി ആനയെ തുരത്തുകയുമായിരുന്നു. വീടിന്റെ ഒരു ഭിത്തി വിണ്ട് കീറിയിട്ടുണ്ട്. മാത്രമല്ല, വീടിനകത്തെ സീലിംഗ് പൂർണ്ണമായും തകർന്നു. വീട് അപകടാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഈ വീട്ടുടമസ്ഥൻ പറയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ, അതായത് ഈ സിംഗകണ്ഠം ഭാഗത്തുണ്ട്. വലിയ ആശങ്ക ആളുകൾക്കുണ്ട്. വനംവകുപ്പ് കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ എവിടെയാണ് നിരീക്ഷണം നടത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കാരണം രാത്രി സമയങ്ങളിലൊന്നും ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ വനംവകുപ്പ് പറയുന്ന കൃത്യമായ നിരീക്ഷണമുണ്ട്. അതിനിടയിൽ ചിലപ്പോൾ സംഭവിച്ചു പോകുന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള പ്രഷർ വനംവകുപ്പിന്റെ നേരെയുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കാലമാണ്, ഒരു തരത്തിലും ആനയുടെ ആക്രമണം ഉണ്ടാകരുത് എന്ന് കരുതി കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്ന് ആന അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആന എന്തായാലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു, നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പടയപ്പയും അതുപോലെ തന്നെയാണ്, കറങ്ങി നടക്കുകയാണ്. മൂന്നാറിൽ നിന്ന് ദേവികുളം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. മിഡിൽ ഡിവിഷനിലാണുള്ളത്. മേഖലയോട് ചേർന്നുള്ള കൃഷി പൂർണ്ണമായും നശിപ്പിച്ചു എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. രാഹുൽ, ഈ പടയപ്പയെ നേരത്തെ പിടികൂടണമെന്ന ഒരു ആവശ്യമൊക്കെ ശക്തമായി ഉയർന്നു വന്ന സമയത്ത് അതിനെ പിടിച്ച് കാട്ടിൽ വിടുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നൊക്കെ അന്ന് വനം വകുപ്പ് അറിയിച്ചിരുന്നു. അപ്പോൾ തുടർച്ചയായി ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വിഷയത്തിൽ വനം വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് എങ്ങനെയാണ് രാഹുൽ? പടയപ്പയെ പിടിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ളത് വനം വകുപ്പ് കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അത്തരമൊരു സാഹചര്യം ഇല്ല. മാത്രമല്ല, പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനും കഴിയില്ല. കാരണം മൂന്നാർ മേഖലയിൽ ഉൾവനമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എത്രയും പെട്ടെന്ന് തുരത്തുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. അവർ നിരീക്ഷിക്കാനുണ്ട് താനും. പക്ഷെ ആനയെ പിടിച്ചു നിർത്താൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതിങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഉൾവനമല്ലാത്തത് കൊണ്ട് തന്നെ ലയങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ജനവാസ മേഖലയിലേക്ക് എത്തുന്നതാണ്. അത് വനം വകുപ്പിനെ കുറ്റം പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല ഈ പടയപ്പയുടെ കാര്യത്തിലുള്ളത്. പക്ഷേ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുമ്പോൾ അവിടെ നാശനഷ്ടം ഉണ്ടാക്കാതെ വനം വകുപ്പിന് വേണമെങ്കിൽ തുരത്താം. അത് ഇന്ന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതൊരു പടയപ്പയുടെ കാര്യത്തിൽ വനംവകുപ്പിന്റെ ഒരു വീഴ്ചയല്ല. അതിന് മറ്റെന്തെങ്കിലും നടപടിയാണ്, ശാശ്വത ഒരു ദീർഘകാല നടപടിയാണ് വനംവകുപ്പ് കണ്ടെത്തേണ്ടത്. നിലവിൽ എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എന്തായാലും 2 ആനകളെയും പിടിച്ചു മാറ്റുന്ന കാര്യത്തിൽ വനംവകുപ്പ് ഒരു തീരുമാനത്തിലേക്കും പോയിട്ടില്ല. രണ്ടിനെയും പടക്കം പൊട്ടിച്ചോ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിയോ തുരത്തുക എന്നുള്ളത് മാത്രമാണ് വനംവകുപ്പിന്റെ മുമ്പിലുള്ള ഏക വഴി. ശരി. രാഹുൽ വിജയൻ, ഇടുക്കിയിൽ നിന്ന്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്താണ് ഹർജി. ഇഡി കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ ഉത്തരവിറക്കുന്നതിനെതിരെയും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സുർജിത് സിംഗ് യാദവാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കെജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ ഡൽഹിയിൽ നിയമസഭ ഇന്ന് സമ്മേളിക്കും. കഴിഞ്ഞയാഴ്ച ചേരാനിരുന്ന സമ്മേളനം കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരെ നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണവും വിചാരണയും വേണമെന്ന് US പ്രതികരിച്ചു. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്നതിൽ CBI തീരുമാനം ഉടൻ. വിജ്ഞാപനവും പ്രൊഫോമ റിപ്പോർട്ടും ഉൾപ്പെടെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും CBI ഡയറക്ടർക്കും ഇന്നലെ കൈമാറിയിരുന്നു. രേഖകൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ സംഭവത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ അന്വേഷണം തുടരുകയാണ്. ആഭ്യന്തര വകുപ്പിലെ M സെക്ഷനിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. M സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത, സെക്ഷൻ ഓഫീസർ ബിന്ദു, ഓഫീസ് അസിസ്റ്റന്റ് അഞ്ജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മലപ്പുറം കാളികാവിലെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഹൈക്കോടതി ഇന്ന് സ്വമേധയാ കേസെടുത്തേക്കും. സ്വമേധയാ കേസെടുക്കുന്നതിനായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി. സംഭവം കോടതിയെ വേദനിപ്പിക്കുന്നുവെന്നും മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിരീക്ഷിച്ചു. സ്വമേധയാ കേസെടുക്കാനുള്ള അനുമതി തേടി ഹൈക്കോടതി രജിസ്ട്രാർ ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു. 2.5 വയസ്സുകാരുടെ മരണത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അടുത്ത ദിവസം അപേക്ഷ നൽകും. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും വേണം. കൂടാതെ മുഹമ്മദ് ഫായിസിന്റെ കുടുംബത്തിനും
പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിനെയും മാതാവിനെയും പ്രതി നേരത്തെയും മർദ്ദിച്ചിരുന്നതായി ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇനി നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. പവേർഡ് ബൈ Asset, responsibly yours. ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് വാൾ ഷീറ്റ്സ്, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. കേരളമടക്കമുള്ള 13 സംസ്ഥാനങ്ങളിലെ 89 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ. ഏപ്രിൽ 26-നാണ് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. നാളെ മുതൽ ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാജ്യമാകെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമർന്നിരിക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളൊക്കെ സജീവമായി കഴിഞ്ഞു. വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി, അതോടൊപ്പം സൂക്ഷ്മ പരിശോധന, പത്രിക പിൻവലിക്കൽ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വിജ്ഞാപനം നാളെ വരാനിരിക്കുകയാണല്ലോ രാധാകൃഷ്ണൻ. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും നാളെ കേരളം അടക്കമുള്ള 13 സംസ്ഥാനങ്ങളിലെ 89 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. 7 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ടത്തിൽ ബൂത്തിലെത്തുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പുറമെ ഉത്തർപ്രദേശ് ഉണ്ട്, ബീഹാർ ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആ സംസ്ഥാനങ്ങളിലൊക്കെ ഘട്ടം ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ചില മണ്ഡലങ്ങൾ കൂടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉള്ളത്. ഏപ്രിൽ 19-ന് ഏപ്രിൽ 26-ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. കേരളത്തില് ഈ നാമനിർദ്ദേശ പത്രിക അടക്കം സമർപ്പിക്കാനായിട്ടുള്ള തീയതി നാളെ മുതലാണ് ആരംഭിക്കുന്നത്. നാളെ മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങാം. ഏപ്രിൽ 4 വരെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ടുള്ള അവകാശം ഉള്ളത്. ഏപ്രിൽ 8 വരെ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. പ്രചരണ പരിപാടികൾ ഏപ്രിൽ 24 വൈകിട്ട് വരെയാണ് നടത്താനാവുക. 25-ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. 26-ാം തീയതി വോട്ടെടുപ്പ് നടക്കും. ഈ വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വിലയിരുത്തൽ യോഗമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നത് സുരക്ഷാ കാര്യങ്ങൾ സംബന്ധിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തില് പുരോഗതി സംബന്ധിച്ചും ഉള്ള കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടന്നിരുന്നു. ആ ഘട്ടത്തിൽ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു എന്ന വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് ഈ യോഗത്തിന് ശേഷം നാളെ രാവിലെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ശരി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയാക്കി മുന്നണികൾ. ഇന്ത്യ മുന്നണി നിലവിൽ വന്നാൽ നിയമം പിൻവലിക്കുമെന്ന് AK ആന്റണി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വിവാദമായി. സംഭവത്തിൽ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. പൗരത്വ നിയമത്തിന്റെ പേരിൽ UDF-ഉം LDF-ഉം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നാണ് BJP-യുടെ ആരോപണം. വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ കോവിഡ് കള്ളി പരാമർശത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരും. വൈകിട്ട് AICC ഓഫീസിലാണ് യോഗം. സസ്പെൻസ് തുടരുന്ന അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ യോഗം തീരുമാനമെടുക്കും. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പുറത്തുവിട്ട 7ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും അമേഠി, റായ്ബറേലി മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടിരുന്നു. ഇരു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിത്വം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. 7 ഘട്ടങ്ങളിലായി ഇതുവരെ 195 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. പെൻഷൻ നൽകാനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നതെന്ന ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥിയുടെ അവകാശവാദത്തിനെതിരെ വിമർശനവുമായി NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു. സഹകരണ മേഖല കൊള്ളയടിച്ചതുപോലെ നാടിനെ നശിപ്പിക്കാനാണ് LDF-ന്റെ ശ്രമമെന്നായിരുന്നു TN സരസുവിന്റെ വിമർശനം. വ്യക്തികൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാണ് പോരാട്ടമെന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ നിലപാട്. NDA സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ രാഷ്ട്രീയ ചൂട് കടുക്കുകയാണ് ആലത്തൂർ മണ്ഡലത്തിൽ. ഇടതുപക്ഷ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് LDF സ്ഥാനാർത്ഥി വോട്ടർമാരെ സമീപിക്കുന്നത്.
പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ നൽകാനും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുമാണ് സർക്കാർ കടമെടുക്കുന്നതെന്നാണ് മന്ത്രി കൂടിയായ സ്ഥാനാർത്ഥി വോട്ടർമാരോട് പറയുന്നത്. എന്തിനാണ് കടമെടുക്കുന്നത്? ഈ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. ഈ പാവപ്പെട്ട ആളുകൾക്ക് മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. അവർ തരാനുള്ള തരികയാണെങ്കിൽ നമുക്ക് ഈ കുഴപ്പമുണ്ടാവില്ല. കടമെടുത്തിട്ടാണെങ്കിലും വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയമാണ്. എന്നാൽ LDFന്റെ ഈ നിലപാട് കള്ളത്തരമാണെന്നാണ് NDA സ്ഥാനാർത്ഥിയുടെ അവകാശവാദം. പെൻഷൻ കിട്ടാതെ ആളുകൾ തെണ്ടാൻ പോയ സാഹചര്യം കേരളത്തിലുണ്ടായി. എല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ആലത്തൂരിന്റെ വികസനത്തിന് വേണ്ടിയാണ് തന്നെ മോദി സ്ഥാനാർത്ഥിയാക്കിയതെന്നും NDA സ്ഥാനാർത്ഥി പറഞ്ഞു. രാധാകൃഷ്ണൻ കൊള്ളാത്ത ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാധാകൃഷ്ണൻ്റെ പാർട്ടി അത് ഈ കേരളത്തിലെ കുട്ടിച്ചോറാക്കി. അതാണ്. അപ്പോൾ അതൊക്കെ കണ്ടുവരുന്ന ജനങ്ങൾ രാധാകൃഷ്ണനും ഇവിടെ വന്നിട്ട് മോദിജിയുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യാനാ രാധാകൃഷ്ണൻ? ചുമ്മാ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ. ഇവിടെ എന്ത് വികസനമാണ് ചെയ്തേ? ഈ പറഞ്ഞ തുകയൊക്കെ കേന്ദ്ര സർക്കാർ ഈ മണ്ഡലത്തിൽ ഇറക്കിയിട്ടുള്ള തുകയാണ്. അത് സ്വന്തം അക്കൗണ്ടിലേക്ക് അവർ ചെയ്യുന്നില്ല, മറ്റവർ ചെയ്യുന്നില്ലേ? നിലവിലെ MP രമ്യ ഹരിദാസ് കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ ആളാണെന്നും NDA സ്ഥാനാർത്ഥി കുറ്റപ്പെടുത്തി. നുണ പറയുന്ന MP-യാണ് രമ്യ ഹരിദാസ് എന്നുള്ളതായിരുന്നു മറ്റൊരാരോപണം. മണ്ഡലത്തിൽ വിജയം ഉറപ്പാണെന്നും ആലത്തൂരിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് ശ്രമമെന്നും NDA സ്ഥാനാർത്ഥി പറയുന്നു. S. ശ്യാംകുമാർ, 24, കൊച്ചി. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ പാലം തകർന്ന് കാണാതായവർക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും താൽക്കാലികമായി നിർത്തിവെച്ചെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. പാലം ഉടൻ പുനർനിർമ്മിക്കുമെന്ന് മേരിലാൻഡ് ഗവർണർ വ്യക്തമാക്കി. നിർമ്മാണത്തിന്റെ മുഴുവൻ തുകയും വഹിക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. ഈ തെരച്ചിൽ പൂർണ്ണമായും നിർത്തിവെക്കുന്ന സാഹചര്യമാണോ? എന്താണ് ഈ തെരച്ചിലിന് ഒരു പ്രതിബന്ധമായി ഇപ്പോൾ നോക്കിക്കാണുന്നത്? അതോടൊപ്പം കാണാതായവർ മരിച്ചു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണോ ഇപ്പോൾ ഭരണകൂടം എത്തിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഈ ചരക്ക് കപ്പൽ ഇടിച്ച് തകർന്ന ബാൾട്ടിമോർ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിൽ നിന്ന് നദിയിലേക്ക് വീണ 6 പേർ അവരെ ജീവനോടെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുമോ എന്നുള്ള പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ മങ്ങലേറ്റിയിരിക്കുകയാണ്. സജീവമായ തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചതായി US കോസ്റ്റ് ഗാർഡ് അറിയിക്കുകയുണ്ടായി. ഈ വെള്ളത്തിന്റെ തണുപ്പും അതുപോലെ ഈ ഡീസൽ വെള്ളത്തിൽ കലർന്നതും ഒക്കെ കുറെ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന വാർത്ത വരുന്നുണ്ട്. മലിനമായ ഇന്ധനം ഈ കപ്പലിൽ ഉപയോഗിച്ചോ എന്നുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമാക്കും. ഇത് ഒരുപക്ഷെ കപ്പലിന് നിയന്ത്രണം വിടുവാൻ കാരണമായിരിക്കാം എന്നുള്ളൊരു അനുമാനവുമുണ്ട്. കപ്പലിന്റെ നിയന്ത്രണം വിട്ട ഉടനെ തന്നെ ജീവനക്കാർ മെയ്ഡേ അല്ലെങ്കിൽ ഒരു അപായ സന്ദേശം നൽകിയതോടെ ഈ പാലത്തിലേക്കുള്ള കൂടുതൽ വാഹനങ്ങൾ പോകുന്നത് തടയുവാൻ സാധിച്ചത് മൂലം കൂടുതൽ ദുരന്തം ഒഴിവായി കിട്ടുകയുണ്ടായി. ഈ അപകട സമയത്ത് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്ന നിർമ്മാണ തൊഴിലാളികൾ അതിലെ 2 പേരെയാണ് രക്ഷിച്ചത്. ഇവരിലെ 6 പേരെയാണ് ഇനിയും കണ്ടെത്താനായിട്ടുള്ളത്. സിംഗപ്പൂർ പതാകയുള്ള സിംഗപ്പൂർ ബേസ് ആയിട്ടുള്ള ഗ്രേസ് ഓഷ്യൻ കമ്പനിയുടെ ഡാലി എന്ന കപ്പലാണ് ഈ അപകടത്തിൽപ്പെട്ടത്. എന്നാൽ ഈ കപ്പലിന്റെ സർവീസ് മാനേജ്മെന്റ് മലയാളിയായ രാജേഷ് ഉണ്ണിയുടെ സിനർജി മറൈൻ ഗ്രൂപ്പിനാണ്. ഈ ഡാലിയിലെ 22 ജീവനക്കാരും ഇന്ത്യക്കാരാണെന്ന് സിനർജി ഗ്രൂപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കപ്പൽ നിയന്ത്രിച്ചിരുന്നത് ഒരു മലയാളി ആണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം പുനർനിർമ്മിക്കുമെന്ന് ഉള്ള ജോ ബൈഡന്റെ നിർദ്ദേശവും വന്നിട്ടുണ്ട്. മുഴുവൻ ചെലവും ഫെഡറൽ ഗവൺമെന്റ് വഹിക്കുമെന്നും ജോ ബൈഡൻ പറഞ്ഞു. ശ്രീലക്ഷ്മി. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, MM അബ്ദുൽ ഹക്കീം എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ വൈകുന്നതിൽ സർക്കാർ തലത്തിൽ വീഴ്ചയുണ്ടെന്ന് ഇന്നലെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് ഓൺലൈനായി ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കാസർഗോഡ് പാലായിയിൽ വീട്ടമ്മയ്ക്കും മക്കൾക്കും വിലക്കേർപ്പെടുത്തിയെന്ന പരാതിയിൽ 2 CPIM പ്രവർത്തകർ ഉൾപ്പെടെ 9 പേർക്കെതിരെ കേസ്. പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് പോലീസ് നടപടി. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, ഇപ്പോൾ ആർക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലം കൂടി വ്യക്തമാക്കാം. ശ്രീലക്ഷ്മി, സ്ഥലമുടമയുടെ കൊച്ചുമക്കൾ, തെങ്ങുകയറ്റ തൊഴിലാളി എന്നിവർ നൽകിയ പരാതികളിൽ 8 പേർക്കെതിരെയും അയൽവാസി നൽകിയ പരാതിയിൽ തെങ്ങുകയറ്റ തൊഴിലാളിക്കെതിരെയുമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്.
ഇവിടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഈ സ്ഥലമുടമ, അതായത് രാധയുടെ പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഉണ്ടായിരുന്നത്. സമീപത്തെ തെങ്ങുവെച്ച തൊഴിലാളികളും പ്രദേശവാസികളും ഉൾപ്പെടെയുള്ള ആളുകളും CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും ഇത് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ആ വീട്ടുകാരും ഈ തേങ്ങയിടാനെത്തിയ തെങ്ങുവെച്ച തൊഴിലാളിയും ചോദ്യം ചെയ്യാനെത്തിയവരും തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കമാണ് രൂക്ഷമായിരുന്നത്. കഴിഞ്ഞ 8 വർഷത്തോളമായി ഉണ്ടാകുന്ന ഒരു തർക്കമാണ്. അവിടുത്തെ ഒരു റെഗുലേറ്റർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു വിഷയത്തിൽ കലാശിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ അതിൽ പരാതി നൽകിയിരിക്കുന്നു. പോലീസ് 9 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഈ 2 പേർ, അതായത് വീട്ടുടമസ്ഥയും അതുപോലെ തന്നെ തെങ്ങുവെച്ച തൊഴിലാളിയും നൽകിയ പരാതിയിൽ 8 പേർക്കെതിരെയും ചോദ്യം ചെയ്യാനെത്തിയ പ്രദേശവാസികൾ നൽകിയ പരാതിയിൽ ഒരാൾക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി, അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയതായി പരാതി. തിരുവനന്തപുരം വർക്കല സ്വദേശി സജീവ് ഗോപാലനും ഭാര്യ ദീപയും ഉൾപ്പെടെ 4 പേർക്കെതിരെ ഞെക്കാട് സ്വദേശിയായ പെൺകുട്ടിയാണ് പരാതി നൽകിയത്. തൊഴിൽ വിസയ്ക്കായി വീടും സ്ഥലവും പണയപ്പെടുത്തിയ കുടുംബം ഇന്ന് ജപ്തി ഭീഷണിയിലാണ്. പോലീസിനെ സമീപിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും പെൺകുട്ടി ആരോപിച്ചു. UK-യിൽ സ്റ്റുഡന്റ് വിസ തരപ്പെടുത്താമെന്ന് പറഞ്ഞാണ് വർക്കല സ്വദേശികളായ സജീവ് ഗോപാലൻ, ഭാര്യ ദീപ, ബൈഷി എന്നിവർ പെൺകുട്ടിയെ സമീപിച്ചത്. ഇവരുടെ നിർദ്ദേശപ്രകാരം 7 സെന്റ് സ്ഥലവും വീടും സ്വന്തം ആൾജാമ്യത്തിൽ വർക്കല കേരള ബാങ്കിൽ പണയപ്പെടുത്തി. എന്നാൽ പണമോ വിസയോ പിന്നെ ലഭിച്ചില്ല. ലോൺ ശരിയായതിനു ശേഷം പിന്നെ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ എടുക്കില്ല. അപ്പോൾ എന്തായാലും ഫണ്ട് അവിടെ തന്നെ, വിസ അടിച്ചിട്ടില്ല, ഫണ്ട് അവിടെ തന്നെ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ പ്രമാണം എടുത്തു തരാൻ പറഞ്ഞു. കേരള ബാങ്കാണ് വർക്കല മൈതാനത്തിരിക്കുന്നത്. ഞാൻ അവിടെ പോയി മാനേജറെ കണ്ടു. മാനേജർ എന്നെ കണ്ട പാടെ ചോദിച്ചത്, മോള് UK നിന്ന് വന്നു എന്നാണ് ചോദിച്ചത്. കാരണം അദ്ദേഹത്തിനോട് പറഞ്ഞേക്കുന്നത് എനിക്ക് പഠിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ എമൗണ്ട് അയാൾ സാങ്ഷൻ ചെയ്ത് കൊടുത്തത് അദ്ദേഹം. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, 1-ാം തീയതി ലോണ് ശരിയായി, മോളുടെ നിസ്സഹായ അവസ്ഥ കാരണം ഞാൻ പറയുന്നത്, അങ്ങനെ നമുക്ക് ബാങ്കിലെ കാര്യങ്ങൾ പറയാൻ പാടില്ല, പക്ഷേ നീ പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലായ കാരണം പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു 2-ാം തീയതി അയാൾ 9 ലക്ഷം രൂപ അതിൽ നിന്ന് വലിച്ചിട്ടുണ്ട്. കബളിപ്പിക്കപ്പെട്ടതോടെ വർക്കല പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. 4 പേർക്കെതിരെ കേസെടുത്തെങ്കിലും അന്വേഷണം നിലച്ചു. ഇതോടെ പണം തിരിച്ചുപിടിക്കാൻ ബാങ്കും നടപടി തുടങ്ങി. സ്റ്റേഷനിൽ ചെന്നപ്പോൾ സജീവ് ഗോപാലൻ അവിടെ കസേരയിട്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് പരാതിയുമായിട്ട് പോയത് ഞാൻ, പറ്റിക്കപ്പെട്ടത് ഞാൻ, വഞ്ചിക്കപ്പെട്ടത് ഞാൻ. പക്ഷേ അയാൾക്കാണ് ട്രീറ്റ്മെൻറ്റ് ഫുള്ള്. അയാൾ ഇരുത്തിയിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് സാറിനോട് പറയുമ്പോൾ ആൾ ടേബിളിലൊക്കെ അടിച്ചിട്ട്, നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ആൾ ടേബിളൊക്കെ എൻ്റെ അടുത്ത് ബാ തുറക്കാൻ സമ്മതിക്കില്ല. നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചോദിച്ചിട്ടാണോ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തത്? ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ട് ഇവർ നമ്മുടെ മുന്നിലൊക്കെ നെളിഞ്ഞു നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഇതിപ്പോൾ ജപ്തി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അമ്മയാണ്. അപ്പോൾ ആ അമ്മയും കൊണ്ട് ഞാൻ എവിടെ പോവും? സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGP-ക്കും മനുഷ്യാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ വീട്ടു ജോലി ചെയ്തതാണ്, ഇതിലെ വളർത്തി പഠിപ്പിച്ച്. ആ ഒരു സങ്കടം എനിക്ക്. ഇത് കൈവിട്ടു പോയാൽ ഞങ്ങൾക്ക് വേറെ ഒരു ഗതിയില്ല. ഞങ്ങൾക്കിത് കൂടിയേ തീരും. തട്ടിച്ച പണം തിരികെ ലഭിക്കാതെ വന്നാൽ ആകെയുള്ള കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഈ അമ്മയും മകളും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടർ അഭിരാമിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മെഡിക്കൽ കോളേജിന് സമീപം PT ചാക്കോ നഗറിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്ന വീട്ടിൽ ഇന്നലെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം വെള്ളനാട് അഭിരാമത്തിൽ റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ബാലകൃഷ്ണപിള്ളയുടെയും രമാദേവിയുടെയും മകളാണ്. 4 മാസം മുൻപായിരുന്നു വിവാഹം. ഭർത്താവ് കൊല്ലം രാമനാട്ടുകര സ്വദേശി പ്രതീഷ് മുംബൈയിൽ ഡോക്ടറാണ്. സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂട് തുടരും. കഴിഞ്ഞ ദിവസം പാലക്കാടും തൃശ്ശൂരുമാണ് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. 39.5, 40 ഡിഗ്രി സെൽഷ്യസാണ് യഥാക്രമം പാലക്കാടും തൃശ്ശൂർ ജില്ലകളിലും അനുഭവപ്പെട്ടത്. സാധാരണയേക്കാൾ 1.9 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് പാലക്കാട്ടെ ചൂട്. പുനലൂർ 38.5 ഡിഗ്രി സെൽഷ്യസും വെള്ളാനിക്കര 38 ഡിഗ്രി സെൽഷ്യസും കണ്ണൂർ എയർപോർട്ട് പ്രദേശത്ത് 37.2 ഡിഗ്രി സെൽഷ്യസുമാണ് രേഖപ്പെടുത്തിയ താപനില. അതേസമയം മഴ സാധ്യതാ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്നു മുതൽ മാർച്ച് 30 വരെ 5 ദിവസത്തേക്കുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിൽ 4 ജില്ലകളിലാണ് സാധ്യത പ്രവചിക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മഴ പെയ്യാനുള്ള സാധ്യത കൂടുതൽ. ഹരിത വിവാദത്തിൽ പുറത്താക്കിയ മുൻ MSF നേതാക്കളെ തിരിച്ചെടുക്കാൻ മുസ്ലിം ലീഗിൽ നീക്കം. MSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ, മുൻ സംസ്ഥാന സെക്രട്ടറി ഫവാസ് എന്നിവർ ഖേദം പ്രകടിപ്പിച്ച് നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. ഇവരെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ MSF സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു വിഭാഗം ലീഗ് നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചുവെന്നാണ് വിവരം. കത്ത് ലഭിച്ചെങ്കിലും തിരിച്ചെടുക്കുന്നത് നിലവിൽ പരിഗണനയിലില്ലെന്നും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ വിശദീകരണം.
IPL ആവേശം. IPL-ൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് മുംബൈ ഇന്ത്യൻസ് ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എതിരാളികൾ. ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും ജയം നഷ്ടമായത് കയ്യെത്തും ദൂരെ. മുംബൈ അവസാന 5 ഓവറിൽ കലമുടച്ചപ്പോൾ ഗുജറാത്തിനോട് നേരിട്ടത് 6 റൺസിന്റെ തോൽവി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഹെൻറിച്ച് ക്ലാസൻ ക്ലാസ് ഇന്നിംഗ്സുമായി പൊരുതിയെങ്കിലും ഹൈദരാബാദ് 4 റൺസ് അകലെ വീണു. ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ ഇരു ടീമിന്റെയും മനസ്സിൽ ഒറ്റ കാര്യം: ആദ്യ ജയം. മുൻ നായകൻ രോഹിത് ശർമ്മയുടെയും ഡെവാൾഡ് ബ്രവിസിന്റെയും മിന്നും ബാറ്റിംഗും ജസ്പ്രീത് ബുംറ ജെറാഡ് കോട്സെ ജോഡിയുടെ തീപ്പൊരി ബൌളിംഗും മുംബൈക്ക് പ്രതീക്ഷയാണ്. ഇഷാൻ കിഷനും സ്പിൻ ബോളർമാരും കൂടി ക്ലിക്കായാൽ മുംബൈ വീണ്ടും മൈറ്റി മുംബൈയാകും. ബൌളിംഗ് മാറ്റങ്ങളിൽ വന്ന പിഴവുകൾക്കും ബാറ്റിംഗ് ഓർഡറിൽ സ്വയം വൈകിയിറങ്ങാനുള്ള തീരുമാനം പാളിയതിനും കേട്ട പഴി മുംബൈ നായകൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് മാറ്റിയെടുത്തേ തീരൂ. വിശ്വസ്തരായ ഭുവനേശ്വർ കുമാറും പാറ്റ് കമിൻസുമെല്ലാം തല്ലുവാങ്ങിക്കൂട്ടിയതും ബാറ്റിംഗിൽ ക്ലാസിനെ പിന്തുണയ്ക്കാൻ ആളില്ലാതെ പോയതുമാണ് ഹൈദരാബാദിന് തിരിച്ചടിയായത്. എയ്ഡൻ മാർക്രത്തിനു പകരം ഓസ്ട്രേലിയയുടെ ലോകകപ്പ് ഹീറോ ട്രാവിസ് ഹെഡ് ടീമിലെത്തുമോ എന്നാണ് അറിയാനുള്ളത്. നേർക്കുനേർ പോരാട്ടങ്ങളിൽ മുംബൈക്കാണ് മുൻതൂക്കം. 21-ൽ 12 കളികളിൽ മുംബൈ ജേതാക്കളായപ്പോൾ ഹൈദരാബാദിന് ജയിക്കാനായത് 9 എണ്ണത്തിൽ. സ്പോർട്സ് ഡെസ്ക് 24. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് 2ാം ജയം. ഗുജറാത്ത് ടൈറ്റൻസിനെ 63 റൺസിന് തോൽപ്പിച്ചു. 207 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന്റെ ഇന്നിംഗ്സ് 8-ന് 143-ൽ അവസാനിച്ചു. ദീപക് ചഹാർ, മുസ്തഫിസുർ റഹ്മാൻ, തുഷാർ ദേശ്പാണ്ഡെ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ശിവം ദുബൈയുടെ അർദ്ധ സെഞ്ചുറി മികവിലാണ് ചെന്നൈ 6 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസിലെത്തിയത്. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും രചിൻ രവീന്ദ്രയും 46 റൺസ് വീതമെടുത്തു. 2ാം ജയത്തോടെ 4 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്കും ഉയർന്നു നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്. ഇനി നോക്കാം ഇപ്പോൾ കിട്ടിയത്. കാസർഗോഡ് പാലായിയിൽ വീട്ടമ്മയ്ക്കും മക്കൾക്കും വിലക്കേർപ്പെടുത്തിയെന്ന പരാതിയിൽ 2 CPIM പ്രവർത്തകർ ഉൾപ്പെടെ 9 പേർക്കെതിരെ കേസ്. പോലീസ് നടപടി പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ. ഹർജി മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ എന്നിവർ ഉൾപ്പെടെ 7 പേർക്കെതിരെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഇന്ന് കൊല്ലത്ത്. പരിപാടി വൈകിട്ട് 7 മണിക്ക് കന്റോൺമെന്റ് മൈതാനത്ത്. മുസ്ലിം സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. പ്രഭാത വാർത്തകളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.